നമ്മുടെ സഭയിലെ പിതാക്കന്മാരോടൊരു ചോദ്യമുണ്ട്. അതിനു മുമ്പ് നാം വിശ്വാസികൾ സ്വയം ചിന്തിക്കേണ്ടതുണ്ട്, നാം എവിടെ വരെ എത്തിയെന്ന്. സ്വയമേവ ഒരു വിലയിരുത്തൽ നമുക്ക് ഇപ്പോൾ ആവശ്യമാണ്. നമ്മൾ ജയിക്കേണ്ടത് സാധാരണക്കാരോടല്ല, മറിച്ച് നാളെ എന്ത് സംഭവിച്ചാലും എനിക്ക് ഒന്നും സംഭവിക്കില്ല, ഒരു ചുക്കും പറ്റില്ല എന്ന് ചിന്തിച്ച് വിശ്വസിച്ചിരിക്കുന്ന ഒരു കൂട്ടത്തോടാണ്, വിമത കൂട്ടത്തോട്. അതിനാദ്യം നമുക്ക് ആവശ്യം യൂണിറ്റിയാണ്, ഐക്യം. നമ്മളിൽ ഇല്ലാത്തതും അതേ ഐക്യം തന്നെയാണ്. പ്രഭാഷകന്റെ പുസ്തകം 36 അധ്യായം 23 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് കേൾക്കണം. നാം എല്ലാവർക്കും ഒത്തൊരുമയോടെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയം നേടുമെന്നതും ഉറപ്പാണ്. ഈ ഒത്തൊരുമ ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പരസ്പരമുള്ള എന്തെങ്കിലും ഒരു അകൽച്ചയുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസികൾക്ക് അതൊക്കെ മറക്കാം. വൈദികരോട് എന്തെങ്കിലും അകൽച്ചയുണ്ടെങ്കിൽ വൈദികർക്ക് നമ്മുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കാം. അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി നമുക്ക് ഇതിനായെങ്കിലും ഒരുമിക്കാം. ഇനി നമ്മുടെ സഭയിലെ പിതാക്കന്മാരോടൊന്ന് ചോദിക്കട്ടെ. കുർബാനക്രമം തീരുമാനിച്ചത് നിങ്ങളുടെ സിനഡ് തന്നെയല്ലേ? അല്ലേ? അതിന് മാർപ്പാപ്പയുടെ അംഗീകാരം വാങ്ങിച്ചത് നിങ്ങൾ തന്നെയല്ലേ, മെത്രാന്മാർ? അത് നടപ്പാക്കാതിരിക്കാൻ മുട്ടാപ്പോക്ക് ഞങ്ങൾ പറയുന്നതും നിങ്ങൾ മെത്രാന്മാർ തന്നെയല്ലേ? ഏകീകൃത ആരാധനാക്രമം നടപ്പിൽ വരുത്താൻ ആത്മാർത്ഥമായി ശ്രമിക്കാതെ അഴകുഴമ്പൻ സർക്കുലറുകൾ പടച്ചിറക്കുന്നതും ഇതേ മെത്രാന്മാരായി നിങ്ങൾ തന്നെയല്ലേ? വിശ്വാസികളെയും അവിശ്വാസികളെയും പള്ളികൾക്കുള്ളിൽ നിന്നും തെരുവിലേക്ക് ഇറക്കി വിട്ടതും സഭാനാഥന്മാർക്ക് നേരെ മുദ്രാവാക്യം വിളിയും ആക്രോശവും ഒക്കെ നടത്താൻ പ്രേരിപ്പിച്ചതും നിങ്ങൾ തന്നെയല്ലേ? എന്നിട്ട് നിങ്ങൾ എന്ത് നേടി മെത്രാന്മാരെ? ഒന്ന് പറയാം. സുഖമായി ഇപ്പോഴും ഒരു രാത്രിയെങ്കിലും ഒരു മണിക്കൂറെങ്കിലും കിടന്നുറങ്ങാൻ മനസ്സമാധാനമായി നിങ്ങൾക്കൊന്ന് വിശ്രമിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? നാട്ടിൽ കാട്ടുപന്നി ഇറങ്ങിയാലും റബ്ബറിന് വില കുറഞ്ഞാലും മീനച്ചിലാറ്റിൽ വെള്ളം വന്നാലും താണുപോയാലും തൃശ്ശൂർ റൗണ്ടിൽ ആന പിണ്ടമിട്ടാലും ഒക്കെ മൈക്ക് വച്ച് കെട്ടി ഘോര പ്രസംഗങ്ങൾ നടത്തി വിശ്വാസികളെ കൊള്ളുന്ന വീരസിംഹങ്ങളാണ് നിങ്ങൾക്ക് എന്ത് പറ്റി? എറണാകുളം രൂപതയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും ആത്മാർത്ഥമായി എന്തെങ്കിലും ഇതുവരെ ചെയ്തു? നമ്മുടെ അഭിബന്ധ്യ മെത്രാന്മാർ ഒന്നിരുന്ന് ചിന്തിച്ചു നോക്കണം. ഇല്ല എന്നാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നതെങ്കിൽ ലൂക്ക 17:1-2 ബൈബിൾ വാക്യം എടുത്തൊന്ന് വായിച്ചു നോക്കണം. മെത്രാന്മാർക്ക് അതെടുത്തു നോക്കാൻ സമയമില്ലെങ്കിൽ തിരക്കാണയിൽ പറഞ്ഞു തരാം. ലൂക്കോസ് 17:1-2 യേശുക്രിസ്തു പറയുന്നത് ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യമാണെന്നും ചെറിയവരിൽ, അതായത് വിശ്വാസികൾ ആരെങ്കിലും വീണു പോകുവാൻ കാരണമാകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ വലിയൊരു തിരികല്ലിട്ട് കടലിൽ എറിയപ്പെടുന്നതാണ് എന്നാണ്. ഇത് പാപത്തിന്റെയും ഗൗരവത്തിന്റെയും വിശ്വാസികളുടെ കാര്യത്തിലുള്ള ദൈവത്തിന്റെ കരുതലിനെയുമാണ് കാണിക്കുന്നത്. ഇങ്ങനെ പറയുന്നു ലൂക്ക 17:1-2. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം. ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. അത് 2-ാം വാക്യം. ഈ 1-2 വചനങ്ങൾ മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കുന്നതിന്റെ ഗൗരവത്തെക്കുറിച്ച് യേശുദേവൻ നൽകുന്ന ഒരു താക്കീതാണ്, മുന്നറിയിപ്പാണ്. ഇതെന്ന് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മെത്രാന്മാരെ നിങ്ങൾ അതൊന്ന് സ്വയം പ്രാവർത്തികമാക്കി നോക്കുക. 1-ലും 2-ലും പറഞ്ഞതുപോലെ നിങ്ങളത് ചെയ്യുക മെത്രാന്മാരെ എന്നേ ഇപ്പോൾ പറയാൻ സാധ്യമാണ്.